അപ്പോൾ ഷുജായി ഉംറക്ക് പോയി, ഹജ്ജിന് പോയി. ഹജ്ജിനാ ഉംറക്കാന്നറിയില്ല, എന്തായാലും പോയി. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് റൗള ഷരീഫിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ദുആ പടച്ചോനെ, അള്ളാഹുവേ, എനിക്ക് ജീവിതത്തിൽ വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് നീ കാണിച്ചു തരണമേ അല്ലാ. മലയാളത്ത് പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷേഖിനെ എനിക്ക് തരണേന്ന് തോരുന്നു. ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണേന്ന് തോരുന്നു. അന്ന് രാത്രി മുസ്തഫായ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനവറുകൾ ഇതേ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരാളെ എൻ്റെ ഹയാത്ത് കാലത്ത് കാണിച്ചു തരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷുജായി, നിങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹ് മാലല്ലേ, അതൊരാൾ ചോദിച്ചെങ്ങാണ്ട് വരും. അപ്പം ആ തസ്ബീഹ് മാല അയാൾക്കാണ് കൊടുക്കുക. അയാൾ തന്നെയാണ് നിങ്ങളെ ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റണ ഏറ്റവും നല്ല ആൾ എന്ന് പറഞ്ഞു. നേരം വെളുത്തു. ഷുജായി തസ്ബീഹ് മാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നടന്നു ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ചോദിച്ചില്ല. അവസാനം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയവരൊക്കെ മടങ്ങുകയാണ്. മൂപ്പര് തസ്ബീഹുമായിട്ട് കുറേ നടന്നു നോക്കി, ചോദിക്കണില്ല. അത് കീശയിലിട്ടിട്ട് മൂപ്പര് പോകുന്നു നാട്ടിൽ. നാട്ടിൽ വന്ന് വയല് പറയാൻ തുടങ്ങി. വയലിനൊക്കെ പോയിട്ട് ഇങ്ങനെ എവിടെയൊക്കെ വയല് കഴിഞ്ഞാൽ ഐദുറസ്വലിയുടെ വണ്ടിക്കാണ് മൂപ്പര് പോയിന്ന്. ഐദുറസ്വലിയുടെ വണ്ടി പറഞ്ഞാൽ ഏത് കിട്ടിയ വണ്ടിക്ക് കയറലാണ് ഐദുറസ്വലിയുടെ വണ്ടി. എല്ലാ വണ്ടിയും മൂപ്പരതാണല്ലോ, അതിനാണ് പോവുക. അങ്ങനെ ലോറിയിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്ന് ഒരു ചൂട്ട് വാങ്ങും. 25 പൈസ കൊടുത്തിട്ട് ഒരു ചൂട്ട് വാങ്ങിയിട്ട് ആ ചൂട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് അതിങ്ങനെ മിന്നിയിട്ട് പെരേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ വയലൊക്കെ തുടങ്ങി. നാട്ടിൽ വന്ന് ചൂട്ട് വാങ്ങി പെരേക്ക് പോവും, പിറ്റേന്ന് വയതിന് പോവും. അങ്ങനെ പോക്കും വരവൊക്കെ ഇങ്ങനെ തുടങ്ങി ജോറായി. ഒരു ദിവസം വയൽ കഴിഞ്ഞിട്ടിങ്ങനെ മടങ്ങി വരികയാണ്. നാട്ടിൽ വന്നിറങ്ങി ചൂട്ട് വാങ്ങാൻ വേണ്ടി പെട്ടിക്കടയിൽ കയറി ചൂട്ട് വാങ്ങിയിട്ട് പൈസ കൊടുത്തപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, പൈസ വേണ്ട, എനിക്ക് നിങ്ങൾ ആ തസ്ബീഹ് മാലാണ് തന്നാൽ മതിയായിരുന്നു. അതിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് ആകെ ഒരു തസ്ബീഹ് മാലുള്ളൂ, അതങ്ങനെ തരാനുള്ള എല്ലാവരും, അതങ്ങനെ ഒന്നേ ഉള്ളൂ, അതങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു തസ്ബീഹ് മാലല്ല. അത് പിന്നെ ജീവിതത്തിൽ വഴി കണക്കാൻ വേണ്ട ഷെയ്ഖ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞതാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂപ്പര് കൊടുത്തില്ല, അതങ്ങനെ തരാം. അതിൽ മൂപ്പര് പറഞ്ഞു, ഏതേലും തസ്ബീഹ് മാലല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ആ മദീനത്തുനിന്ന് നബി തങ്ങൾ തരാൻ പറഞ്ഞൊരു തസ്ബീഹ് മാലല്ലേ, അതിട് തരീന്നാ പറഞ്ഞു. കച്ചവടക്കാർ മോശക്കാരൊന്നുമല്ല, അങ്ങനത്തെ കച്ചവടക്കാരും ഉണ്ട്. നമ്മളെന്നെ കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവും. 2 കൂട്ടർക്കാർക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാർക്കും വേറൊന്ന് കച്ചവടക്കാർക്കും. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. അത്താജിറു സദൂഖുൽ അമീനു, സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യിന, അമ്പിയാക്കളോടൊപ്പവും, വസ്സുദ്ദീഖീന, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുയായികളാകുന്ന സ്വഹാബത്തിൻ്റെയും ഒപ്പം സ്വർഗത്തിലാണ്. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസ്സുദ്ദീഖീൻ. പക്ഷെ 2 നിബന്ധനയുണ്ട് കച്ചവടത്തിന്. 1 വിശ്വസ്തത, 2 സത്യസന്ധത. അത് 2 ഉണ്ടോ പെട്ടിക്കട മതി സ്വർഗത്തിൽ പോകാൻ. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും. ഏത് സംഗതി അങ്ങനെയാണ്. നല്ല സാധനം കേടെന്നാലാണ് പറ്റരപ്പാകുക. മൂല്യന്മാരാരെങ്കിലും തോണ്ടിയാലുള്ള വലിയ പ്രശ്നം. തോണ്ടാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. നല്ലത് കേടെന്നാൽ പറ്റരപ്പായി. അങ്ങനെ ബിരിയാണി കേടെന്നാൽ ചോറ് കേടെന്ന മാതിരി ആവില്ല, അടുത്തു കൂടെ പോകാൻ പറ്റൂല. മനുഷ്യൻ മരിച്ചാൽ പൂച്ച അത്തമാതിരി ആവില്ല, അടുത്തു കൂടെയാണ് പോകാൻ പറ്റൂല. നല്ലത് കേടെന്നാൽ പറ്റരപ്പായി. അതുതന്നെയാണ് കച്ചവടത്തിനുള്ളത്. നല്ലതൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഒരു പെട്ടിക്കട മതിയാവും. മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത്താജിറു, കച്ചവടക്കാരൻ, അസ്സദൂഖു, സത്യസന്ധൻ, അൽ അമീനു, വിശ്വസ്തൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, നബിമാരോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമാകുന്നു. 2 കാര്യം വേണം. 1 സത്യസന്ധതയുണ്ടായിരിക്കണം, 2 വിശ്വസ്തതയുണ്ടായിരിക്കണം. 2ഉം 2ആണ്, ഒന്നല്ല. 2 2ആണ്. സത്യസന്ധത വേറെയാണ്, വിശ്വസ്തത വേറെയാണ്. കള്ളനെയും വിശ്വസിക്കാൻ പറ്റും ചിലപ്പോൾ, പക്ഷെ സത്യസന്ധനെ ഇക്കോണമെന്നില്ല. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനായിരിക്കണം. അതാണ് കച്ചവടത്തിൻ്റെ മാനദണ്ഡം. സത്യസന്ധനായിരിക്കണം,
വിശ്വസ്തനായിരിക്കണം. എന്നാൽ കച്ചവടം കൊണ്ട് വിജയിക്കാൻ വേണ്ടി പറ്റും തന്നെ. രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടാവുകയാണ് സത്യസന്ധതയും വിശ്വസ്തതയും. വേഗം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. വിൽക്കണവനും ലാഭം വേണം, വാങ്ങണവനും ലാഭം വേണം. അതാണ് വിശ്വസ്തതയും സത്യസന്ധതയും. ഓൻ്റെ അടുത്ത് വിശ്വസിച്ച് വാങ്ങാം എന്നൊരാൾ പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ടും കൂടി ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നും. ഉണ്ടാവും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലക്കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. 5 സെൻറ്റ് 10 സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പടി ഇപ്പടി, ഇതാണ് പരിപാടി. സ്ഥലക്കച്ചവടമാണെന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളീൻ്റെ അടുത്ത് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി. ഇവിടെ അല്ല, ഉള്ളിലെവിടെയാണ്. സെൻറ്റിന് 2 ലക്ഷം റുപ്യ, 10 സെൻറ്റിന് 20 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാങ്ങി. വാങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടെല്ലിറക്കിങ്ങാണ്ട് കെട്ടി, അതിൽ കുറച്ച് മൗസിരായൻ്റെ കന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച്, ലേശം മുരിങ്ങാക്കാലൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ട് ചീമക്കൊന്നൊക്കെ കുഴിച്ചിട്ട് അതിൽ കൂടെ കുരളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി ഒരു നാടങ്ങണത കുത്തിയിട്ട് ഒന്നാണ് നനച്ചു, ഒന്നാണ്ട് ഉഷാറാക്കി. പട്ടയം വാങ്ങി നീതിയൊക്കെ അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ തറടണമെന്ന് കരുതിങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നു. ഓൻ പള്ളിക്കൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കണ്ടു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ സ്ഥലം പാരതാന്ന് ചോദിച്ചു. അത് നമ്മളെ മൈമുട്ടി ഹാജിയുടെയാണ് പറഞ്ഞു. വിൽക്കാനുള്ളതാണോ ചോദിച്ചു. ആ, മൂപ്പർക്ക് ഇങ്ങനെ 5 സെൻറ്റ് 10 സെൻറ്റിനൊക്കെ ഇടപാടുണ്ട്, കച്ചവടത്തിനുള്ള തന്നെയാണ്. മൈമുട്ടി ഹാജിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മൈമുട്ടി ഹാജി നിങ്ങൾ ആ പള്ളിൻ്റെ അടുത്തുള്ള 10 സെൻറ്റ് കൊടുക്കാനുള്ളതാണോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പിന്നെ എന്നോട് പറയാം, ഞാനത് 20 ലക്ഷം റുപ്യക്ക് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ പട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ വാങ്ങി നികുതിയൊക്കെ അടച്ച് ക്ലിയറാക്കി, സൈഡൊക്കെ കെട്ടി മണ്ണൊക്കെ ഇട്ട് നിരത്തി. എന്നാൽ കാണുന്ന രൂപത്തിലാക്കാൻ എനിക്കൊരു 50,000 റുപ്യേൻ്റെ ചിലവുണ്ട്. 20,50,000 റുപ്യ ഞാനതൊരു 25 ലക്ഷം റുപ്യ തന്ന് ആനക്കണ്ട് തരാമെന്ന് പറഞ്ഞു. എന്തേലും കുറേയെന്ന് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് എന്തേലുമൊക്കെ ഒന്ന് കിട്ടണ്ടേ, അപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ അടുത്ത് കിടക്കല്ലേ, അതുകൊണ്ട് ഒരു 25 റുപ്യ. ഓൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി. 1-2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മൾ ആ പള്ളീൻ്റെ നേരെ ബാക്കിലുള്ള മൈമുട്ടി ഹാജിയുടെ 10 സെൻറ്റ് കൊടുക്കുകയാണ്, ഞാൻ കൊല്ലൊന്ന് തറട്ടുങ്ങാണ്ട് പോകണമെന്ന് കരുതി വന്നതാണ്, വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. മൂക്കിക്കപ്പെട്ടായ മുഴുവൻ കച്ചവടക്കാരും പറഞ്ഞു വാങ്ങിക്കോ, ലാഭമാണ്, അതാ ലാഭം. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അമ്മ ഞാൻ ആ മൈമുട്ടി ഹാജിയുടെ സ്ഥലം ഒന്ന് നോക്കിയിട്ടുണ്ട്, അത് വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അമ്മോൻ പറഞ്ഞു അത് വാങ്ങിക്കോ, എന്തുകൊണ്ടും ലാഭമാണ് എന്ന്. വാങ്ങണവന് ലാഭമായി, കൊടുക്കണവന് 4.5 ലക്ഷം റുപ്യ ലാഭമായി. ഇതാണ് ലാഭം എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ കിട്ടുന്ന മുതലിനെ ഹലാലും തൊയ്യിബുമായ മുതൽ എന്ന് പറയും. മുതൽ ഹലാലും തൊയ്യിബുമാണെങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കുട്ടികൾ കേടുവരുന്നതിനാകെ ഒരു കാരണമേ ഉള്ളൂ, തിന്നാൻ കൊടുക്കുന്നത് ഹലാലും തൊയ്യിബുമായില്ല എന്ന ഒരൊറ്റ കാരണം മാത്രമാണ്. വേറെ ഒരു കാരണവും മക്കൾ കേടുവരുന്നതിനില്ല, ഒന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ. രണ്ടാമത്തൊരു കാരണം അതിനില്ല. ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല. എന്തിനാപ്പോൾ എത്രയൊക്കെ എനിക്ക് കിട്ടിയെന്ന് വിചാരിയുണ്ട്, എനിക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം, ഹലാലൊക്കെ ആവും. തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ വാങ്ങിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടെങ്കിലേ തൊയ്യിബാവുകയുള്ളൂ. ഒരിക്കലും ഹലാല് മാത്രം തിന്നാൻ കൊടുത്താൽ പറ്റില്ല, തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബല്ല, എല്ലാ തൊയ്യിബും ഹലാലാണ്. എല്ലാ തൊയ്യിബും ഹലാലാവും, എല്ലാ ഹലാലും തൊയ്യിബായിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവും. തൊയ്യിബല്ലാത്ത പല സാധനം നമ്മൾ കാണും. പള്ളിക്കന്നിങ്ങനെ നിസ്കരിച്ചിങ്ങാണ്ട് പെരേക്കിങ്ങനെ പോകുമ്പോൾ ഏതോ ഒരാളുടെ അബ്ദുറഹ്മാൻ്റെ മൂവാണ്ടം മൂച്ചി റോട്ടമ്മക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, അതിമന്നൊരു മാങ്ങ ചാടി കിടക്കുന്നുണ്ട്. എടുത്തുണ്ടാവാം, ഹലാലാണ്. കാരണം ഒരു മൂവാണ്ടം മൂച്ചിമെന്ന് ഒരു മാങ്ങ ചാടിയിട്ട് അത് കൊണ്ടുപോയിനൊന്നും ആരും വടിയെടുത്തുങ്ങാണ്ട് പിന്നാലെ വരലില്ല, ഹലാലാവും. ഹലാലൊക്കെ തന്നെയാണ്. തൊയ്യിബാണെങ്കിൽ അസർ നിസ്കാരത്തിന് അയാളെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ
എൻ്റെ മൂവാണ്ടമ്മ മുച്ചിമ്മന്ന് ഒരു മാങ്ങ റോട്ടുമ്മക്ക് ചാടിയുന്നത് ഞാൻ കൊണ്ടുപോയിട്ട് ചെമ്മീൻ തല ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂപ്പര് പറയണം കൊണ്ടേക്കട കുഞ്ഞമ്മതേ, അത് മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ കുട്ടികളുടെ അടുത്ത് രേഷൻ കൊടുത്തയക്കും കൂടിയും ചെയ്യാ എന്ന് പറഞ്ഞാൽ തൊയ്യിബായ മുതലാണ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയലുണ്ട്, ഈ പിന്നെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കൾ പലപ്പോഴും ദീനീ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളായി വരാറില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ വെച്ചാൽ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബറക്കത്തില്ലാത്ത മുതൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. 3 ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാൾ 100 റുപ്യ കടം ചോദിച്ച് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാണുന്നവരോടൊക്കെ ഒരു 100 റുപ്യ തരുമോ, ഒരു 100 റുപ്യ കിട്ടിക്ക, നാളെ തരാം, എൻ്റെ അടുത്തില്ല, ഒരു 100 റുപ്യ കിട്ടിക്ക, 3 ലക്ഷം എൻ്റെ അടുത്തുണ്ട്. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. ബറക്കത്തുണ്ടെങ്കിൽ 1000 റുപ്യ മതി, മുഴുവൻ ചിലവും കഴിഞ്ഞാൽ 200ൻ്റെ ഒരു നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. ഇത് പൈസയിൽ മാത്രമല്ല, ഇത് മക്കളിലുണ്ട്. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, ഒരു ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും കൊണ്ടോ ആൾ ബാക്കിയുണ്ട്. ബറക്കത്താണ്. സമയത്തിലെ ബറക്കത്തുണ്ട്. നമ്മളെ വല്ലിപ്പാക്ക് എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കാൻ നേരം കിട്ടിയിരുന്നു. നമുക്ക് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ വരെ നഖം മുറിക്കാൻ നേരമില്ല. സമയത്തിൽ ബർക്കത്തില്ലായിട്ടാണ്. അതുകൊണ്ട് കച്ചവടത്തിൽ ബറക്കത്ത് നല്ലോണം സൂക്ഷിക്കണം. ബർക്കത്തില്ലാത്തത് എത്ര സൂപ്പർ മാർക്കറ്റായിട്ടും കാര്യമില്ല. ബർക്കത്തുള്ള ഒരു പെട്ടിക്കടയാണെങ്കിൽ ഓൻ ഭംഗിയായിട്ട് ജീവിച്ചു പോകും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. തൊയ്യിബല്ലാത്തത് വന്നു ചേർന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടും. പ്രധാനമായും 2 കാരണങ്ങളാണ് ബറക്കത്ത് നഷ്ടപ്പെടാൻ ഉണ്ടാവാറുള്ളത്. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. ശവത്തിൽ കുത്തല്ല കേട്ടോ, ഞാൻ ഉള്ളതുള്ള മാതിരി പറയാന്നേ ഉള്ളൂ. ഒന്ന്, ലോൺ എടുത്ത് കച്ചവടം തുടങ്ങുക. 2, പെണ്ണുങ്ങളെ പണ്ടം വിറ്റുങ്ങാണ്ട് തുടങ്ങുക. എന്താ രണ്ടിനുള്ള പ്രശ്നം കാര്യങ്ങൾ? ലോൺ എടുത്ത് തുടങ്ങിയാൽ അത് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ആ ഇടപാട് തീർക്കാൻ ആവശ്യമായ കാര്യം ചെയ്യണം. അത് എന്ന് തീരണോ അന്ന് മുതൽ ബർക്കത്ത് തുടങ്ങും. വേഗം തീർക്കണം. പെണ്ണുങ്ങളെ പണ്ടം വിറ്റാൽ എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല. ഒരു പെണ്ണും തരൂല കേട്ടോ. നിങ്ങളെ പെണ്ണുങ്ങളെ അതിൽ നിന്ന് ഒഴിവാണെങ്കിൽ അത് മാത്രം ഒഴിവാക്കി കളി തരൂല. അതിൻ്റെ തെളിവെന്താ കാര്യങ്ങൾ? വാപ്പ മരിച്ചിട്ട് മുതൽ ഒരുക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയും, കുട്ടികളെ വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിര വിറ്റിട്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് റോഡ് സൈഡിൽ ഉമ്മാക്ക് 3 സെൻറ്റ് അധികം അളന്നിട്ടാളീന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പണ്ട് മണിക്കാതിര ഖത്തർക്ക് പോകുമ്പോൾ കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പെണ്ണുങ്ങൾ പണ്ടം ഇഷ്ടപ്പെട്ട് തരൂല എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് ഒഴിവാണ്. സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഒന്ന്, ലോൺ എടുത്ത് തുടങ്ങിയത് ഒടുക്കെത്തൂല, പെണ്ണുങ്ങളെ വണ്ടം വിറ്റത് ഒടുക്കെത്തൂല. അതിന് കാരണം 2 ഇഷ്ടപ്പെട്ട മുതലല്ല, തൊയ്യിബാവൂല എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് എപ്പോഴും തൊയ്യിബായ കാര്യത്തിന് പരിശ്രമിച്ചാൽ ജീവിതം വലിയ റാഹത്തായിരിക്കും. കുറേ ഉണ്ടായിട്ട് എന്താ ഒരു റാഹത്തും ഇല്ലാതെ ഉള്ളതിൽ റാഹത്തായിട്ട് ജീവിക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നത്, കോഴി കച്ചവടം ചെയ്യുന്നവർ, ബേക്കറി നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, വെള്ള കച്ചവടം ചെയ്യുന്നവർ, ഇങ്ങനെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ 3-ൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. 3-ൽ-1 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ഇനി കച്ചവടം വേണ്ടെന്ന് തീരുമാനിക്കരുത്. ചെയ്യണ ഏറ്റവും നല്ല തൊഴിൽ എന്തെന്നെയാണ്? കച്ചവടം തന്നെയാണ്. നല്ലത് കേടെന്നാലാണ് വടക്കാവുക. ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമാണ്. കൃഷി കഴിഞ്ഞാൽ പിന്നെ 1-ാം സ്ഥാനത്തുള്ളത് കച്ചവടമാണ്. നേരെ തിരിച്ചു അഭിപ്രായമുണ്ട്. 1-ാം സ്ഥാനം കച്ചവടം, 2 കൃഷി എന്ന അഭിപ്രായമുള്ളവരുണ്ട്, 1 കൃഷി 2 കച്ചവടം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാ വരുമാന മാർഗങ്ങളും തൊഴിലിൽ പെടൂല. തൊഴിലാകെ 3 ഉള്ളൂ. തൊഴിൽ എന്ന് പറഞ്ഞാൽ ആകെ 3 ഉള്ളത്. ഒന്ന് കച്ചവടമാണ്, മറ്റൊന്ന് കൃഷിയാണ്, 3-ാമത്തേത് കൈത്തൊഴിലാണ്. ബാക്കിയൊന്നും തൊഴിലിൽ പെടൂല. അധ്യാപനം, മാഷ്, ടീച്ചർ, മൊലിയർ, വയലുറനാൾ, ഡോക്ടർ ഒന്നും തൊഴിലല്ല, സർവീസാണ്, സേവനം.
അതുകൊണ്ട് ജീവിക്കാം, അത് വേറെ കാര്യമാണ്. ജീവിക്കാൻ പറ്റിച്ചിട്ട് തൊഴിലാവൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തൊഴിലും ഇല്ലല്ലോ, ജീവിച്ചിരുന്നില്ലേ? എന്താ വരുമാന മാർഗം? ഹദിയയായിരുന്നു. പലരും കൊടുക്കുന്ന ഹദിയകളായിരുന്നു വരുമാന മാർഗം. അത് തൊഴിലല്ല. അധ്യാപനം തൊഴിലല്ല, സർവീസാണ്, സേവനമാണ്. വൈദ്യം തൊഴിലല്ല, സേവനമാണ്. തൊഴിലാകെ മൂന്നെണ്ണേ ഉള്ളൂ. ഒന്ന് കൃഷിയാണ്. കൃഷിയിൽ പെട്ടതാണ് ആടുകൾ, മാടുകൾ, പശുക്കൾ, ഒട്ടകങ്ങൾ തുടങ്ങിയൊക്കെ കൃഷിയിൽപ്പെടും. നെല്ല്, ഗോതമ്പ് ഒക്കെ കൃഷിയാണ്. രണ്ടാമത് കച്ചവടമാണ്. അള്ളാഹുവിൻ്റെ ദുനിയാവിലുള്ള ഏത് സാധനവും കച്ചവടം ചെയ്യാം. മൂന്നാമത്തത് കൈത്തൊഴിലാണ്. കൈത്തൊഴിലിൽ കുറേ കാര്യങ്ങൾ പെടും. ഡ്രൈവിങ്, കമ്പ്യൂട്ടർ, കന്നൂട്ട്, കൊത്തിക്കളക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ, ഒരുപാട് റോഡ് പണി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ കൈത്തൊഴിലിൽ പെടും. കൂടുതൽ കാര്യങ്ങളും കൈത്തൊഴിലാണ് ഇവിടെ. അങ്ങനെ 3 വിഭാഗമേ ഉള്ളൂ തൊഴിലുകൾ. അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കച്ചവടമാണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം. 2 കൃഷി, 3 കൈത്തൊഴിൽ, അങ്ങനെയാണ്. രണ്ടാമത്തതുണ്ട് സംസാരത്തിലെ ദിക്റ്. എന്താ സംസാരത്തിലെ ദിക്റ് എന്ന് പറഞ്ഞാൽ? ദിക്റു സ്വാലിഹീന ഇബാദത്തുൻ ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ വദിക്റു സ്വാലിഹീന ഇബാദത്തുൻ. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റു സ്വാലിഹീന കഫാറത്തുൻ ഔ കമാ ഖാൽ. അംബിയാക്കളെ കുറിച്ച് പറയൽ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ എന്നുള്ളടത്ത് അതിൻ്റെ തഫ്സീറിലുണ്ട് ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയൽ. സ്വാലിഹീങ്ങളെ പറ്റി പറയാന്ന് പറഞ്ഞാൽ അവരുടെ പേര് പറയാം. ആദം നബി അലൈഹിസ്സലാം വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തസ്ബീഹ് എടുക്കുക. എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അങ്ങനെ പറയാം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പറയാം. ദിക്റു സ്വാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പേര് പറയാം. ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹു, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാ, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ പേര് ഇങ്ങനെ പറയാം. തന്നെ ചരിത്രം പറയണമെന്നില്ല, പേര് മാത്രം പറഞ്ഞാൽ മതി. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഇഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസഅ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബഅ. ഞാൻ ഇപ്പം ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. അതെന്തേ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം? വല്ലിപ്പ ചെല്ലാത്തോണ്ട് തന്നെ. വല്ലിപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് പറയാൻ കാരണം. വല്യമ്മയെ ചെല്ല അതിലുണ്ട്. ദർസിലേക്ക് ഓതാൻ പോണ കുട്ടികൾ ദർസോത്ത് തുടങ്ങണ സമയത്ത് ഓതി കൊടുക്കുന്ന സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞ 7 ബൈത്ത് കിതാബുണ്ട്. അതിൽപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുൽ അവാം. അതിലുള്ളതാണ്. ഇത് ചൊല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലുള്ളത്? കുറെ ആൾക്കാരെ പേര് മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كجويريا للمؤمنين أمهات مرضيا. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണേ പറഞ്ഞോളി, അതന്നെയാണ് ആ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഈ പറയണേ. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലുള്ളത് മഹത്തുക്കളായ ആൾക്കാരെ പേര് ഇല്ലാന്നുള്ളത് തന്നെ ഇതെന്റെ സംഗതി. അപ്പൊ ദിക്ർ പറയൽ, അതാണ് രണ്ടാമത്തത്. സ്വാലിഹീങ്ങളുടെ പേര് പറയാ. വേഗന കോയപ്പാപ്പ എന്ന് പറയാ, അമ്പംകുന്നം ഈരാനോലെ പാപ്പ എന്ന് പറയുന്നേ. സ്വാലിഹീങ്ങളുടെ പാണക്കാട് പൂക്കോയ തങ്ങൾ എന്ന് പറയാ.
സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയാ, പേര് പറയലെന്നെ, അതന്നെ സ്വാലിഹീങ്ങളുടെ പേര് പറയുക. ഇതാണ് രണ്ടാമത്തെ ദിക്ർ. മൂന്നാമത്തെ ദിക്റുണ്ട്, ദിക്ർ ചെയ്യല്. അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം ഒരു ദിക്റാണ്, കാരണം അത് ദിക്ർ ചെയ്യലാണ്. മൂന്നാമത്തെ ഒരു ദിക്റുണ്ട്, ദിക്ർ ചൊല്ലല്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചെല്ലാം. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾ ഉണ്ടാവും, എല്ലാ കാലത്തും സ്വാലിഹീങ്ങൾ ഉണ്ടാവും. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലിപ്പ ഒഴിഞ്ഞിരിക്കണ സമയത്ത്, വല്ലിപ്പ ഇങ്ങനെ ഒഴിഞ്ഞ് സിറ്റ് ഔട്ടിലിരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടി ഒരു കാലത്തെ മുഅ്മിനായിരിക്കും. എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങൾ ഒരേമാതിരി അല്ല. ചെറിയ ചലനത്തെ നമ്മൾ വലുതായി കാണണം. വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയേക്ക് വന്നു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ചെറിയ മാറ്റത്തെ വലുതായി കാണണം. 24 മണിക്കൂറും ടർഫിൽ ഒച്ചയും വിളിയാണ്. മഗ്‌രിബ് വാങ്ങിക്കൊടുത്തപ്പോൾ ഒന്ന് നിർത്തി കിട്ടി, അൽഹംദുലില്ലാഹ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം. കാരണം കാലഘട്ടം അങ്ങനെയാണ്. എന്നാൽ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതോട്ടില്ലേനും. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, നമ്മക്കാണ്. കാലഘട്ടം പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പണ്ടും 7 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പണ്ടും 24 മണിക്കൂറാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്ക് കുഴപ്പം പറ്റിയതാ. കാലഘട്ടത്തിനൊരു പ്രശ്നമില്ല. നമ്മൾ നേരാകാൻ തീരുമാനിച്ചാൽ മൊത്തത്തിൽ മാറും. ഉസ്താദേ, ഞാനേതായാലും ഇപ്പം ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്നും ദ്വാരക്കൊണ്ടു എന്ന് നടക്കൂല. ആദ്യം നമ്മളൊന്നാണ്ട് നേരാകാൻ വേണ്ടി തീരുമാനിക്കണം. 12:15 മുമ്പാണ് ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കണത്. എത്രക്കാ ജുമക്ക് പോകലെന്ന് ആദ്യം നമ്മളൊന്നാണ്ട് ആലോചിച്ച് നോക്കുക. എന്നിട്ടല്ലേ പിന്നെ കുട്ടികൾ. ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാണ് ജുമക്ക് പോകേണ്ടത്? ഇപ്പം 12:15 ളുഹർ ബാങ്ക്. നമ്മളെപ്പോഴാണ് ജുമക്ക് പോകല്? ഇതന്നെ ഔത്തപ്പള്ളി പോലെ ഒന്നും അറിയണില്ല എന്ന് ഖുതുബ തുടങ്ങണ നേരത്തെ. ഔത്തപ്പള്ളി എന്നറിയണില്ല. എന്നിട്ട് നമ്മൾ വെറുതെ കുട്ടികളെ കുറ്റം പറയണ എന്താ കാര്യം? ഓൽക്കൊരു കുഴപ്പമില്ല. റമദാൻ മാസം ആയാല് അങ്ങാടിത്തെ പള്ളിയിലെ ഹൗലക്ക് വെള്ളടിച്ചാൽ തികയാത്തത് വയസ്സന്മാർ നിൽക്കിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കരിയർ നിൽക്കിച്ചിട്ടാണ്. ഓൽക്ക് എന്താ കുഴപ്പം? ഓൽക്കല്ല കുഴപ്പമുള്ളത്. നമ്മൾ നേരത്തെ ചുമക്ക് പോകില്ല. വയസ്സന്മാര് പെരേന്നൊക്കെ പുറപ്പെടും, പിന്നെ ആ പീടിയിലൊന്ന് നിന്ന് ഈ പീടിയിലൊന്ന് നിന്ന് അവിടുന്ന് ഒരു പഴംപൊരിയും ചായയും കുടിച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, നേരത്തെ ഒന്നാണ് പള്ളിയൊക്കെ ആയിരിക്കൂടെ. ഇനി ചെന്നാൽ തന്നെ ആവതും കരക്ക് എന്നാണ്ട് വർത്താനം പറയും ചെയ്യും. കുട്ടികൾ പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയാന്നുള്ള പരാതിയാണ് നമുക്ക്. കുട്ടികൾ പള്ളിൻ്റെ മേലെ നിന്ന് വർത്താനം പറയരുത് എന്ന് അഭിപ്രായമുള്ള ഏതെങ്കിലും കാരണവരുണ്ടെങ്കിൽ ഹൗദും കരക്കൊന്നും പറയരുത്. ഹൗദും കരക്കും പള്ളിൻ്റെ മേലേക്ക് ഒരേമാതിരി തന്നെയാണ്. ജുമയ്ക്ക് എന്നാലും വർത്താനം പറയാതിരിക്കുക, എവിടെയും ചെയ്യരുത്. കുട്ടികൾക്കല്ല കുഴപ്പം, വയസ്സന്മാർക്ക് തന്നെ കുഴപ്പമുള്ളത്. കാരണന്മാർക്കും നേതാക്കന്മാർക്കും എനിക്കും നിൽക്കും ഞമ്മക്കാ കുഴപ്പമുള്ളത്. നമ്മളൊന്ന് നേരായാൽ മതി, സംഗതി നേരാവും. അതുകൊണ്ട് വെറുതെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും കഴിയൂല. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്കാണ് കുഴപ്പമുള്ളത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പൂർവികന്മാരായ ആളുകളെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് കേൾക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ വല്യാപ്പാരെ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ വല്യാപ്പാരെ നോക്കിയാൽ മതി, ഓലെന്നെ വലിയ ആൾക്കാരേക്കാരം. വല്ലാതെ ദൂരത്തേക്കൊന്നും പോകേണ്ട. ഒരു 3-മത്തെ 4-മത്തെ വല്യാപ്പാനെടുത്ത് പരിശോധിച്ച് നോക്കി. 8 മണിക്ക് ജുമയ്ക്ക് പോകും. വെള്ളിയാഴ്ച നേരം വെളുത്താൽ ആദ്യത്തെ പരിപാടി താടിയും മുടിയും നഖവും നേരാക്കലാണ്. ഇന്നിപ്പം പരിശോധിച്ചാൽ നഖം മുറിക്കാത്ത 10 എണ്ണത്തിനേലും കാണും. ഇപ്പം നോക്കിയാൽ കാണും, നോക്കണ്ട, നോക്കിയാൽ കാണും. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിക്കത്തെ ഖത്തീബാണ് ഞാൻ. നിക്കാഹിന് പലപ്പോഴും പോകലുണ്ട്. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണ്, 1 അല്ല 2 എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കത് നോക്കണൊരു പണിയുള്ളതുകൊണ്ടായിരിക്കാം. മറന്നതോ? ഓൻ താടി ഒന്നാക്കാനും മറക്കണ്ടേ? അതെന്താ മറക്കാൻ? മറന്നിക്കാണെങ്കിൽ താടി ഒന്നാക്കാനും മറക്കണ്ടേ?
ആ അതിലൊരു സംഗതി ഉണ്ട്. എന്താ വെച്ചാൽ ഭദ്രകാളിയുടെ സ്വഭാവമാണ് ഈ നഖം മുറിച്ചാതിരിക്കല്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഭദ്രകാളി, ഓങ്കാളി, മഹാകാളി, ഭദ്രകാളി, തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായി പെട്ടതാണ്. അതിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞ സാധനം. അത് നഖം മുറിക്കൂല. എന്താ അതിൻ്റെ പണി? അതിൻ്റെ പണി ഇമ്മാനോട് തെറ്റുണ്ടാക്കലാണ് പണി. നഖം മുറിക്കാൻ മറന്നോന് ഇമ്മാനായിട്ട് പ്രശ്നം ഉണ്ടാവും. പരിശോധിച്ച് നോക്കോളൂ നിങ്ങൾ, വെറുതെ പറയാന്നല്ല. ഓൻ്റെ അമ്മയും കൂടിയും പ്രശ്നം ഉണ്ടാവും. അതാണ് നഖം മുറിക്കാൻ മറക്കണതിൻ്റെ കാരണം. വെറുതെ മറക്കൊന്നുമില്ല, വെറുതെ ഒരു മനുഷ്യൻ മറക്കൂല. മറക്കണതിനൊരു കാരണമുണ്ട്. തന്നെ സംഗതി. അപ്പം എന്താ വേണ്ടത്? എല്ലാവരും അവനാൻ്റെ നോക്കിയാൽ മതി, അടുത്തുള്ളത് നോക്കരുത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇപ്പം നോക്കരുത്. ഇപ്പോഴല്ലേ നമ്മൾ കേട്ടോളൂ, ഇത് മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നാലേ നമ്മളെ വല്യാപ്പാനൊന്ന് പരിശോധിച്ച് നോക്കി. മുമ്പർക്ക് വെള്ളിയാഴ്ച നേരം വെളുത്താലേ നഖം മുറിച്ച് ഒരുങ്ങി തുണിയും കപ്പായൊക്കെ തിരുമ്പി നേരാക്കി, ആകെ ഒരു കൂട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊന്ന് തിരുമ്പി നേരാക്കി ഇസ്തിരിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുട്ടി പെരട്ടി ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് പോകും. നേരത്തെ ജുമക്കും 3 അൽക്കഫ് ഓതിയാൽ സമയം ബാക്കിയായിരുന്നു വല്ലിപ്പാക്ക്. ഇന്ന് ഒരു അൽക്കഫ് മുഴുവനാകുന്നില്ല. കാലാലം മക്കുല്ലൊക്കെ ഇന്നക്കാന്ന് പറയുമ്പോൾ അതിന് വാങ്ങാൻ കൊടുത്തു. ഇനിയിപ്പോൾ അവിടെ കെട്ടാൻ തീരുമാനിച്ചു. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് 100 ആയിരിക്കും, പ്രകാശമായിരിക്കുമെന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് ഖബറിൽ അവനവന് പ്രകാശമായിരിക്കും. പ്രകാശം എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. 100 എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. 100 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനില്ലാതെ മരണപ്പെടുകയില്ല എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുൻഗാമികൾക്ക് 3 അൽക്കഫ് ഓതിയാലും സമയം ബാക്കിയായിരുന്നു. നമ്മളൊക്കെ നാട്ടിൽ അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. എന്തേ? നേരം ചേച്ചി വെള്ളിയാഴ്ച ജുമക്ക് എന്നാലേ അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ട്. ഒരു ഏട്, അതിലെ പകുതി വരെ അൽക്കഫ്, അവിടുന്ന് അങ്ങോട്ട് ഹിസ്ബുൽ ജുമാ എന്ന് പറഞ്ഞിട്ട് ഹിസ്ബു യൗമുൽ ജുമാ എന്ന് പറഞ്ഞൊരു സലാത്തും ഉണ്ടാവും. അങ്ങനത്തെ ഏടാണ് മുമ്പ് ജുമക്ക് ഉണ്ടായിരുന്നത്. അതൊന്നും വേണ്ടെന്ന അഭിപ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗവും അത് പറ്റും എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. കുറച്ച് ആൾക്കാർ വേണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ വേണ്ടെന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് പോയതല്ല അത്, പിന്നെന്തേ ഓതായിട്ട് പോയത് തന്നെയാണ്.